செவப்பாக செவப்பாக இருப்பாளே கோவப்படாமா கலரு இந்த கலரு என்ன இழுக்குதம்மா. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്ന ഈ ഒരു സ്റ്റാറ്റസ് നമുക്ക് എങ്ങനെ അലൈറ്റ് മോഷൻ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓളെന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫുൾ പ്രോജക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അലൈറ്റ് മോഷൻ ഓപ്പൺ ആയിക്കൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് ആഡ് ആവുന്നതായിരിക്കും. ആഡ് ആയതിനു ശേഷം നമുക്ക് ഇതിനകത്തോട്ടൊരു 13 ഇമേജസ് എഡിറ്റ് ചെയ്യണം. അതിനെ താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. 9:16 റേഷ്യോ സെലക്ട് ചെയ്യും. ശേഷം അവിടെ നിന്ന് ക്രിയേറ്റ് പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. ശേഷം താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് മീഡിയ സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജസ് ഏത് ഫോൾഡറിലാണ് നടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുക്കാണ് 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കും. ശേഷം റൈറ്റ് സൈഡ് മുക്കാണ് ഈ ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് കറണ്ട് ഫ്രെയിം ആസ് PNG എന്നുള്ളത് കൊടുക്കും. ശേഷം എക്സ്പോർട്ട് കൊടുക്കും. അപ്പോൾ ഇതുപോലെ ലോഡ് ആയതിനു ശേഷം സേവ് എന്ന് വരും. ഒരു സേവ് കൊടുത്തുകൊണ്ട് ഈ ഒരു ഇമേജ് നിങ്ങൾ ഗ്യാലറിലോട്ട് സേവ് ചെയ്ത് വെച്ച് കൊടുക്കും. ശേഷം ഇവിടെ നിന്ന് ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഒരു ഡിലീറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഒരു ഇമേജ് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയും. ശേഷം വീണ്ടും താഴെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ശേഷം മീഡിയ സെലക്ട് ചെയ്യും. മീഡിയ സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന വേറൊരു ഇമേജ് അവിടെ സെലക്ട് ചെയ്യും. ശേഷം റൈറ്റ് സൈഡ് മുക്കാണെങ്കിൽ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കും. ശേഷം റൈറ്റ് സൈഡ് മുക്കാണെങ്കിൽ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് കറണ്ട് ഫ്രെയിം ആസ് PNG എന്നുള്ളത് കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുക്കും. അപ്പോൾ ആ ഒരു ഇമേജ് ഇതുപോലെ ലോഡ് ആയതിനു ശേഷം സേവ് എന്നൊരു സേവ് കൊടുത്തുകൊണ്ട് ഈ ഒരു ഇമേജ് നിങ്ങൾ ഗ്യാലറിലോട്ട് സേവ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഈ ഒരു മെത്തേഡിൽ നിങ്ങളൊരു 13 ഇമേജസ് സേവ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇവിടുന്ന് ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം അവിടുന്ന് ഒരു ഫുൾ പ്രോജക്റ്റ് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ ഇവിടെ ഇമേജസ് ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ആദ്യത്തെ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക, കളർ ആൻഡ് ഫില്ല് സെലക്ട് ശേഷം ഈ ഒരു സ്റ്റാർ ആക്കി സെലക്ട് ചെയ്യും. ശേഷം മുകളിലാണെങ്കിൽ ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ഇപ്പോൾ സേവ് ചെയ്ത ഒരു ഇമേജസ് ഏത് ഫോൾഡറിലാണോ കിടക്കുന്നത് അവിടുന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം റൈറ്റ് സൈഡ് മുകളിൽ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെ ആ ഒരു ഇമേജ് ആഡ് ആയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യുക, കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്ത ശേഷം ഈ സ്റ്റാർ ആക്കി സെലക്ട് ചെയ്യും. അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന വേറൊരു ഇമേജ് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് മുകളിൽ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെയും ആ ഒരു ഇമേജ് ആഡ് ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ അടുത്ത ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യുക, കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്ത ശേഷം ഈ സ്റ്റാർ ആക്കി സെലക്ട് ചെയ്യും. അവിടെ നിങ്ങൾക്ക് വേണ്ടുന്ന വേറൊരു ഇമേജ് സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് സൈഡ് മുകളിൽ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവിടെയും ആ ഒരു ഇമേജ് ആഡ് ആയത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു മെത്തേഡ് തന്നെ അവസാനം വരെയുള്ള എല്ലാ ബീറ്റ് മാർക്കിലും ഞാൻ ഇമേജ് ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ഒരു മെത്തേഡ് തന്നെ ഈ ഒരു ഇമേജ് എല്ലാം മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവസാനം വരെ ഇമേജ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് ഗ്യാലറിലോട്ട് സേവ് ചെയ്യും. സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം വീഡിയോയുടെ നേരെ ഒരു ആരോ മാർക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ആരോ മാർക്ക് സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ കൊടുത്തുകൊണ്ട് എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗ്യാലറിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.